നേതാവ് സംസ്ഥാന സമിതി അംഗം ശ്രീ കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, 2021-22 കാലത്ത് ഏറ്റുമാനൂർ ദേവസ്വത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേട് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വീണ്ടും പ്രൊമോഷൻ ലഭിക്കുന്നത്? അയാൾ എങ്ങനെയാണ് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായി വരെ സേവനം അനുഷ്ഠിക്കുന്നത്? അത് സർക്കാരിന് എന്തെങ്കിലും താല്പര്യം, ഇങ്ങനെ ഈ മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥനോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ? മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവസാനം പുറത്തു വന്ന റിപ്പോർട്ട്, ഈ ലോഹം അത് കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ചുമതല തിരുവാഭരണ കമ്മീഷനാണ് ഏർപ്പെടുത്തിയത്. അത് KS ബൈജു എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പൊ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റായിട്ട് ദീർഘകാലം ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമായിരുന്നു ഈ കാലഘട്ടത്തിൽ തിരുവാഭരണ കമ്മീഷൻ എന്ന വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡ് പറഞ്ഞത്, തിരുവാഭരണ കമ്മീഷണർ എഞ്ചിനീയറുടെയും സ്മിത്തിന്റെയും സാന്നിധ്യത്തിൽ ഈ ലോഹ പടലം അതെടുത്തു മാറ്റി നവീകരിക്കുന്നതിന് സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കണം. ലോഹ പടലം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലുള്ള സ്വർണ്ണപ്പാളിയാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണെങ്കിലും ചെമ്പാണെങ്കിലും അല്ല, ഇത്രയും ദിവസം നമ്മൾ സ്വർണ്ണപ്പാളി എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അത് ലോഹ പടലമൊക്കെ ആയി മാറിയപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ 42 കിലോ സ്വർണ്ണം അതിലുണ്ടാ? ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സ്വർണ്ണപ്പാളി നിങ്ങൾ പറഞ്ഞാൽ 42 കിലോ സ്വർണ്ണം അവിടെ ഉണ്ടോ? ആകെ വിജയമല്യ ഇവിടെ 30.3 കിലോ ആണ് മേൽക്കൂരയും മൊത്തം പൂശിയെന്നാണ് കണ്ടത്. അപ്പൊ അത് തങ്കമായിരുന്നില്ലേ? അല്ല, 42 കിലോ സ്വർണ്ണം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചേക്കാവുന്നേ. അല്ല, എന്തായാലും അവിടേക്ക് വിജയ് മല്യ തങ്കം പണിയാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അത് വെച്ച് അവിടെ പണി നടന്നിരുന്നു. അപ്പൊ അതിന്റെ മീതെ ഒരു സ്വർണ്ണപ്പാളിയെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങ് പറയുന്ന പോലെ ലോഹ പടലം എന്ന് പറയണമെന്നില്ലാന്ന് തോന്നുന്നു. സ്വർണ്ണ കളറിലുള്ള ഒരു സാധനത്തിന് നമുക്ക് വേണമെങ്കിൽ സ്വർണ്ണപ്പാളി എന്ന് തന്നെ പറയാലോ. അല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താണെങ്കിലും ലോഹമാണത്, ഒരു ലോഹാഭരണമാണ് ശില്പങ്ങളെ മൂടിയിരുന്നത്. ആ ലോഹാഭരണം എത്രത്തോളം ചെമ്പുണ്ട്, എത്രത്തോളം അതിൽ തങ്കമുണ്ടെന്നൊക്കെ അവിടെ രേഖകളുള്ളതാണ്. നമ്മളതിൽ സംസാരിച്ചാൽ ഇല്ലാതാകുന്നതല്ല. അത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തത് INTUC ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷൻ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് അദ്ദേഹത്തെ ഫോണിൽ കിട്ടുമോ? അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കൊണ്ടുവരുമ്പോഴും ഇതാണ് ചുമതലക്കാരൻ. അദ്ദേഹത്തിന് ചുമതല എന്നാ കൊണ്ടുപോയത് ചെമ്പാണോ സ്വർണ്ണാണോ എന്നുള്ളത് ബൈജുവിനോട് ചോദിച്ചാൽ അറിയാമല്ലോ. ബൈജുവിനോട് പോലീസ് ചോദിക്കാണ്ടിരിക്കുക. നിങ്ങളപ്പം ബൈജുവിനെ സംരക്ഷിക്കാൻ ഇറങ്ങരുത്. ബൈജുവിനെ സംരക്ഷിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിലെ ഇത്തരം മുതലുകളുടെ സംരക്ഷകൻ ആരാണ്? നിയമപ്രകാരം സംരക്ഷകൻ അതിന്റെ തിരുവാഭരണ കമ്മീഷനാണെന്ന് നിയമത്തിലുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ പിന്നെ ഒരു ദേവസ്വത്തിന് എന്തിനാണ് സാർ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ? എന്തിനാണ് നമ്മൾ അവിടെ ഈ ശബരിമല ദേവസ്വത്തിന്റെ മാനുവലിൽ പറയുന്നത് അവിടുത്തെ സ്വത്തിന്റെ സംരക്ഷണം ദേവസ്വത്തിന്റെ ചുമതലയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് പറയാം. അല്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ജംഗമങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന നിലയ്ക്കല്ല. ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഏൽപ്പിക്കുന്നതിന്റെ കസ്റ്റോഡിയനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത് അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ പെടുന്നതല്ലേ? നാളെ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം കാണാതായാലും അങ്ങ് ഈ വാദമാണോ അപ്പൊ ഉന്നയിക്കുക? നിങ്ങള് മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിൽ പോയി മോഷ്ടിച്ചിട്ട് വരിക. പക്ഷേ സൗകര്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അയ്യപ്പന്റെ വിഗ്രഹം കറക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ എപ്പോഴേലും പോയി മോഷ്ടിക്കാൻ ശ്രമിച്ചാലും അതെ, നിങ്ങൾ കക്കാൻ നോക്കിയാലും അഡ്വക്കേറ്റ് അനിൽകുമാർ എന്തൊക്കെ എവിടേക്കൊക്കെ പോകുന്നേ? ഞാൻ ചോദിച്ചത് അവിടെ എന്ത് കാണാതായാലും നിങ്ങൾ ഈ നിലപാടാണോ എടുക്കുക എന്നാണ് ചോദ്യം. അതല്ലല്ല, അതിപ്പോ ഞാൻ പോയി മോഷ്ടിക്കാൻ പോകുന്നു എന്നൊന്നും പറയല്ലേ ശ്രീ അനിൽകുമാർ. ഇവിടുത്തെ സൈബർ, താങ്കളുടെയൊക്കെ പ്രിയപ്പെട്ട സൈബർ അംഗങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇതാ ശബരിമലയിലെ മുതൽ മോഷ്ടിക്കാൻ പോകുന്നു എന്നാവും നാളെ പറയാ. ഞാൻ അതല്ല ചോദിച്ചത്. അവിടെ എന്ത് വിലപ്പെട്ട സാധനം കാണാതായാലും അത് തിരുവാഭരണ കമ്മീഷണറുടെ മാത്രം ഉത്തരവാദിത്വമാണോ? അതിന് അങ്ങേക്ക് ഉത്തരം പറയാം. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞല്ലോ, എന്താ അയ്യപ്പന്റെ വിഗ്രഹം മോഷണം പോകണം നല്ല ആഗ്രഹമാണല്ലോ ഇപ്പോൾ കേട്ടത്. അങ്ങനെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിക്കുമോ? എന്റെ മനസ്സിലെ ആഗ്രഹം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിൽകുമാർ ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ അസംബന്ധം പറയല്ലേ? ഞാൻ ചോദിച്ചത് അവിടുത്തെ ഏത് മുതൽ കാണാതായാലും അവിടെ ദേവസ്വം ബോർഡിനോ ഒന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? അത്ര മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഒന്ന്,
ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം മൂട്ടിക്കുക എന്നൊരു ചിന്ത ഈ മനസ്സിൽ ഉണ്ടായി എന്നുള്ളത് ഞാൻ അങ്ങേക്ക് എത്ര വേണമെങ്കിലും വളച്ചൊടിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ബുദ്ധിയുണ്ട്. അങ്ങ് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് ഇത്തവണ രക്ഷപ്പെടാൻ അതാണ്. കഴിഞ്ഞ തവണ അങ്ങ് ചോദിച്ചു ദേവസ്വം ഇവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ശബരിമലയിലെ കാര്യം നോക്കാൻ കഴിയുക എന്ന വളരെ പ്രസക്തമായ ചോദ്യം അങ്ങ് ചോദിച്ചു. ഇത്തവണ അങ്ങ് പറയുന്നു ഞാൻ ഇനിയിപ്പോ മോഷ്ടിക്കാൻ പറഞ്ഞു. ഞാൻ അതല്ല ചോദിച്ചത്. അവിടെ നിന്ന് എന്ത് വിലപ്പെട്ട സാധനം കാണാതായാലും അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമല്ല എന്ന് അങ്ങ് പറയുമോ? അതിന് ഉത്തരം പറഞ്ഞിട്ട് അങ്ങേക്ക് എനിക്കെതിരെ എന്ത് ആരോപണം വേണമെങ്കിലും നടത്താം. ഒന്ന്, ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞത് തിരുവാഭരണ കമ്മീഷണറാണ് അത് നോക്കേണ്ടതെന്നാണ്. ചർച്ചയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോ എന്താ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം വേണം. ഇല്ല പിന്നെ ഈ പണിക്ക് വിളിക്കരുത്. ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നാമതായി പറയുന്നത് ദേവസ്വം ബോർഡിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ള ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എങ്ങനെ നീക്കം ചെയ്ത് നവീകരിക്കണം. ആ ഉത്തരവ് വായിച്ചു നോക്കൂ. ഉത്തരവിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഒന്നാമത്തെ ആൾ ആരാണ്? നിങ്ങളിപ്പോ പറഞ്ഞ അവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല. ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ തിരുവാഭരണ കമ്മീഷണറാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്? അദ്ദേഹം മുൻകൈയെടുത്ത് സ്മിത്തിനെ കൊണ്ടുവന്ന് അത് തിട്ടപ്പെടുത്തി എത്ര ലോഹങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് കണക്കാക്കി മകസറുണ്ടാക്കി എഞ്ചിനീയറെ കൊണ്ട് ഇളക്കി നവീകരിച്ച് പുനഃസ്ഥാപിക്കണം. ഇത് ചുമതല ആർക്കാണ്? ദേവസ്വത്തിന്റെ AOയ്ക്കല്ല, അത് തിരുവാഭരണ കമ്മീഷണറാണ്. ആ ഉത്തരവ് വായിക്കാൻ നിങ്ങൾക്ക് നേരമില്ല. അല്ലെങ്കിൽ ഉത്തരവ് വായിക്കാൻ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ 2019 ഈ മഹസറിൽ ചെമ്പ് പാളി എന്ന് എഴുതാൻ നിർദ്ദേശിച്ചത് മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥനാണ്. അങ്ങും വായിച്ച റിപ്പോർട്ടാണല്ലോ. എങ്ങനെയാണ് തങ്കം പൂശിയ ഒരു ലോഹാവരണം, അങ്ങയുടെ ഭാഷ ആ ലോഹാവരണം ചെമ്പ് പാളിയാണെന്ന് മുരാരി ബാബു എഴുതാൻ നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആ റിപ്പോർട്ടിൽ നിന്നാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞ അതേ റിപ്പോർട്ട്. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കാര്യം എന്നാണ്? അതെ, അങ്ങേക്ക് മാത്രമേ എല്ലാം മനസ്സിലായിട്ടുള്ളൂ. ഒറ്റ മിനിറ്റ്, അങ്ങ് അതിന് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഉത്തരം കേൾക്കുക. അല്ലല്ല, അങ്ങനെ പോവാതെ പറഞ്ഞോളൂ. അങ്ങ് എനിക്ക് വിവരമില്ല, എനിക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നേരം എനിക്കൊരു ഉത്തരം കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിന് കാരണം നിങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞോളൂ, ഞാൻ വളരെ ക്ഷമയോടെ കേൾക്കുകയാണ്. എന്നാ ക്ഷമയോടെ പറയാം. ഈ അവിടെ നിന്ന് ലോഹ പടലം മാറ്റുന്ന ഘട്ടത്തിൽ, ദ്വാരപാലക ശില്പത്തിലെ ലോഹം അവിടുന്ന് മാറ്റുന്ന ഘട്ടത്തിൽ അവിടെ മുരാരി ബാബു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ ചാർജുള്ള ആളല്ല. അയാൾ അവിടുന്ന് സ്ഥലം മാറിപ്പോയിരുന്നു. ഞാൻ അയാളെ ന്യായീകരിക്കാൻ പറയല്ല. ആരാണ് അത് അവിടുന്ന് മാറ്റേണ്ടത് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ സർക്കാർ ഉത്തരവിൽ പറയുന്നത്, ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവിൽ പറയുന്ന ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ ആരാണ്? തിരുവാഭരണ കമ്മീഷണറാണ്. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ച ചോദ്യം മുരാരി ബാബുവിനെ കുറിച്ചാണ്. പക്ഷെ ഇത് മാറ്റാൻ ചുമതലപ്പെട്ടത് KS ബൈജു എന്ന് പറഞ്ഞ തിരുവാഭരണ കമ്മീഷണറാണ്. അയാളിലേക്ക് വരുമ്പോൾ നിങ്ങളെന്താ ഒളിച്ചോടുന്നത്? ഒരു ബൈജു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അതിനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതെന്താ അറിയാതിരിക്കാൻ? അങ്ങ് വായിക്കുന്ന അതേ റിപ്പോർട്ടുകളൊക്കെ ഞാനും വായിക്കുന്നില്ലേ? നിങ്ങൾ അയാളുടെ കാര്യം എന്താ പറയാത്തത്? നമ്മളിപ്പോൾ സംസാരിക്കുന്നത് KS ബൈജുവിനെ കുറിച്ചല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ദേവസ്വം വിജിലൻസിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി തുടരുന്നത്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിൽ അടക്കം എത്തിയത്? അതാണ് ചോദ്യം. സർക്കാരിന് പ്രിയപ്പെട്ട ഒരൊറ്റ ഉദ്യോഗസ്ഥനും ഇല്ല. എല്ലാവരും സർക്കാരിന് പ്രിയപ്പെട്ട. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങനെയെങ്കിൽ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പ്രൊമോഷൻ നേടി വലിയ വലിയ പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം പറയുന്നൊന്ന് കേട്ടോളൂ, മനസ്സിലാവും. ഇപ്പൊ ഈ വിഷയങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഈ വ്യക്തിയുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗത്തുമായിട്ട് അയാളുടെ വീഴ്ചയ്ക്ക് കർശന നടപടി ഉണ്ടാകും. ഇപ്പൊ സസ്പെൻഷൻ ദേവസ്വം ബോർഡ് തുടങ്ങിയിട്ടുണ്ട്. നിൽക്കത്തില്ല. പക്ഷെ മുരാരി ബാബുവിൽ ആരംഭിച്ച് മുരാരി ബാബുവിൽ നിർത്താനാണ് നിങ്ങളുടെ നോട്ടം. മുരാരി ബാബുവിൽ ആരംഭിച്ച് മുരാരി ബാബുവിൽ നിൽക്കരുത്. ഇങ്ങനെ ഒരു വലിയ കൊള്ള നടത്തിയത് ആരായാലും അവരൊക്കെ ഇതിൽ വരണം, അതിൽ സംശയമില്ല. പക്ഷേ അവിടെ നമ്മൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് വലിയ കള്ളനെ തന്നെയാണോ? ഇപ്പൊ അങ്ങേക്ക് അത് അറിയാത്തത് തെറ്റല്ല, എനിക്കറിയാത്തതും തെറ്റല്ല. പക്ഷെ സർക്കാരിന് അറിയണ്ടേ?
എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ഇയാൾക്കെതിരെ നന്നായിട്ട് ഇങ്ങനെ അറിയാം. ആരോപണങ്ങൾ വന്ന തിരുവാഭരണ സമയത്താണ് കമ്മീഷണർ ഇതൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ രണ്ടുപേരും കുഴപ്പമില്ല. ദേവസ്വം ഈ നമുക്കൊരു ദേവസ്വം വകുപ്പില്ലേ, ദേവസ്വം ബോർഡില്ലേ, അങ്ങനെ ഒരു സംവിധാനം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഏറ്റുമാനൂർ ദേവസ്വത്തിൽ ക്രമക്കേട് നടത്തിയത്, ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചത്, അടുത്തൊരു പദവി നൽകുമ്പോൾ അറിയാതെ പോകുന്നത്, അതൊരു പിഴവല്ലേ, അതൊരു തെറ്റല്ലേ, അതൊരു വീഴ്ചയല്ലേ? അത് അംഗീകരിക്കാൻ അങ്ങേക്ക് എന്താണ് ഇത്ര മടി? അത് ശരി. നിങ്ങള് മുരാരി ബാബുവിന്റെ വക്കാലത്ത് എനിക്കുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഒരു മുരാരി ബാബുവിന്റെ വക്കാലത്ത് ഞങ്ങൾക്കാർക്കും ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, ഭരണ നടപടിയുടെ കാര്യമാണ്. കേരള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് വെച്ച് ഒരു സ്പെഷ്യൽ കമ്മീഷണർ വെച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണത്. ഇപ്പതാ കമ്മീഷണറുടെ അറിവില്ലാതെ അവിടുന്ന് കൊണ്ടുപോയി ഹൈക്കോടതി പിടിച്ച കണ്ട ആ വീഴ്ചയോടെ ചൂണ്ടിക്കാട്ടിയ കണ്ടോ? 2019 ഹൈക്കോടതി ഇല്ലായിരുന്നോ? ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ ഇല്ലായിരുന്നോ? ആരും അറിഞ്ഞിട്ടില്ലേ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞ അങ്ങേക്ക് ഒരു അല്പം പരിഭവം ഉണ്ടാവും. അതായത് ആ സമയത്ത് ആരും അറിയാം, അങ്ങ് പറഞ്ഞില്ലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ദേവസ്വം ഈ നാട്ടിൽ അമ്പലങ്ങളെ മുഴുവൻ കാത്തുകൊണ്ടിരുന്ന കാലത്ത് കോവിഡ് കാലമായിരുന്നു. ആ സമയത്ത് ആരും അറിയാതെ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോ എവിടെയാണ് ഈ സ്വർണ്ണപ്പാളി ഇത്ര ദിവസമായി കാണാനില്ല, ഇത് എവിടെയാണ് എന്നൊരു ചോദ്യം വന്നപ്പോ ദേവസ്വം കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്മേലല്ലേ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്? ആ ഉദ്യോഗസ്ഥന്റെ മിടുക്കെന്നേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഇത്രയും കാലം അവിടെ ക്രമക്കേട് നടന്ന ആരും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്റെ മിടുക്കുകൊണ്ട് അത് നടന്നു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ വീണ്ടും വിഡ്ഢിത്തരം പറഞ്ഞു. എന്താ വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഈ 2025 ഇത് കാണാതെ പോയോ? 2025 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മഹസർ തയ്യാറാക്കി കൃത്യമായിട്ടും 40 കൊല്ലം ഗ്യാരണ്ടിയുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. അത് കാണാതെ പോയതാണോ? നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളാണ് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടാവുമല്ലോ. അദ്ദേഹം ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുതൽ അദ്ദേഹം ഞാൻ വിഡ്ഢിയാണ്, ഞാൻ മണ്ടിയാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ചോദിക്കുന്ന ആൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ബുദ്ധിയുള്ള അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത ചില ഉത്തരങ്ങൾ. ഒന്ന്,